നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ഇംഗ്ലീഷ് പ്രസംഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറൽ. മറ്റാരുടെയുമല്ല, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇംഗ്ലീഷ് സംസാരമാണ്, ഇംഗ്ലീഷിലെ മറുപടിയാണ് ഇപ്പോൾ വളരെ വൈറലായിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ മന്ത്രിമാരിൽ പലരും ഇംഗ്ലീഷ് പറയുന്നത് പല മണ്ടത്തരവുമായി പോവുകയും അത് ട്രോളായി മാറുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ മന്ത്രിമാരെ കുറിച്ചല്ല പറയുന്നത്, ഇതിന് മുൻപുള്ള മന്ത്രിസഭയിലെ മന്ത്രിമാരെ കുറിച്ചും ചില എം പിമാരുടെ ഇംഗ്ലീഷും ഒക്കെ തന്നെ ഏത് ലെവലിലേക്ക് പോയി എന്ന് നമുക്കറിയാമല്ലോ. എം പിമാർ പോലും പാർലമെന്റിൽ പോയി വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതലും ട്രോളുകൾ എപ്പോഴും വാങ്ങുന്നത് റഹീമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹമാണ് ഇംഗ്ലീഷ് ഭാഷയുടെ കാര്യത്തിൽ എപ്പോഴും ഏറിലാകുന്ന ഒരു വ്യക്തി. പക്ഷെ എന്നാലും അദ്ദേഹം തളരാത്ത ഒരു വീര്യമുണ്ട് അദ്ദേഹത്തിന് ആ ഇംഗ്ലീഷ് പറയാനുള്ളത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒന്നുകൂടി അത് പ്രത്യേകിച്ചും ഇത്രയും ട്രോൾ ചെയ്യപ്പെടാനുള്ള കാരണം മറ്റൊന്നുമല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, വിദ്യാഭ്യാസം ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ തന്നെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ചില യുവജനങ്ങളിൽ നിന്നുള്ള ചില കുട്ടികൾ ചോദിച്ച ചോദ്യം, പ്രത്യേകിച്ചും അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ പുറം രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു സെമിനാറാണ് നടത്തിയത്. ആ സെമിനാറിൽ ഓപ്പൺ ഡിസ്കഷനാണ് നടന്നത്. ആ ഓപ്പൺ ഡിസ്കഷനിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കാനും അവരുടെ സംശയങ്ങൾ സാധൂകരിക്കാനുമുള്ള അവസരം അവിടെ ഒരുക്കിയിരുന്നു. അതിൽ വളരെ കൃത്യമായി തന്നെ ഒരു പെൺകുട്ടി ഇംഗ്ലീഷിലാണ് ചോദ്യം ചോദിച്ചത്. അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഇംഗ്ലീഷിൽ തന്നെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞതും. എന്തായാലും കണ്ടുപഠിക്ക റഹീമെ എന്നൊക്കെ തുടങ്ങുന്നുണ്ട് കമന്റുകൾ ഇങ്ങനെ പോവുകയാണ്. എന്തായാലും ഇന്നലെ നടന്ന ആ ഓപ്പൺ ഡിസ്കഷൻ നമുക്കൊന്ന് കാണാം. Sir, I'm Gauri Vishnu. I'm a third year in Gauri. Yes, sir. Yeah, Gauri. I'm a third year in BSc Zoology. So as you have already mentioned, there is a trend of our students traveling abroad in search of higher education and employment opportunities. And more often than not, the reasoning they offer for this is that the quality of education in our country is not up to par or not satisfactory. And my question to you is, do you think that this sentiment holds water in a day and age where there's so much, where our education system is going through a rapid metamorphosis? And what do you have to say to students and their parents who still hold this kind of thought about our education system? So are you planning to go? No, sir. Okay, good. So see, as I said in my speech, it's a recent trend. We see many students going abroad in search of better education or in search of better job opportunities. But our attempt, as I said mentioned in my speech, our attempt would be to provide the kind of education our students require in the campuses of Kerala. So we know, like, you are going there in search of something, and if we can provide that in our campuses, in our institutions, I think we can attract a lot of our students, and even we can attract students from outside Kerala also. I mean, it is a responsibility of the government, the department, to make sure such facilities are there in Kerala. And even after ensuring such facilities our students are going, we can't do anything about it. Because, I mean, it is your choice where you want to study, where you want to stay in Kerala, you want to go abroad. It's one's personal choice. We can't really interfere in that. But it is our responsibility to make sure the world-class facilities in Kerala, and government is committed to do that. This is not something we can do overnight. We'll require a lot of time, and I can tell you government is thinking on those lines, and we will make sure that is done in Kerala.